മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്ന ദിവസമാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഏതായാലും ഇന്ന് ഈ കേസ് പരിഗണിക്കുക. കമ്മീഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ സർക്കാർ അനുമതി തേടിയിരുന്നു. വിശദമായ വാദം കേൾക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്നത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. രാജ്യം വഖഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് മുനമ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. സർക്കാർ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അതിനുള്ള മാർഗങ്ങൾ തേടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നു. പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആ കമ്മീഷന്റെ നിയമനം റദ്ദാക്കുകയായിരുന്നു, നിയമപ്രകാരം ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ്. ഈ കമ്മീഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ അനുമതി നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വിശദമായ വാദം ഈ കേസിൽ ഉണ്ടാകുമോ? മനു, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ, അതായത് സർക്കാർ നൽകിയിട്ടുള്ള ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഹർജി. നേരത്തെ, അതായത് മുനമ്പം നിവാസികളുടെ വിഷയങ്ങൾ, അത് ഒരുപാട് വിഷയങ്ങൾ അതിനുള്ളിലുണ്ട്. കാരണം പലരുടെയും ഈ രേഖകൾ പരിശോധിക്കുക, വസ്തുവിൻ്റെ വീടിൻ്റെയൊക്കെ ഉൾപ്പെടെയുള്ള രേഖകൾ, അതിൻ്റെ ഒരു നിയമസാധുത, ഇതെല്ലാം കൂടി പരിശോധിച്ച ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക, അത് സർക്കാരിനെ അറിയിക്കുക. അതിനു വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ സർക്കാർ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചത്. അന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. സാധാരണ ഒരു ജുഡീഷ്യൽ ചുമതല അല്ലെങ്കിൽ ആ ജുഡീഷ്യൽ അധികാരങ്ങൾ കമ്മീഷന് കൊടുത്തിട്ടില്ല. പക്ഷേ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നേരത്തെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം മുനമ്പത്ത് ചെന്ന് മുനമ്പം നിവാസികളെ കാണുകയും ചെയ്തു. അതുകൊണ്ട് ഇത്രയും പേരെ ഓരോരുത്തരെയായി കാണുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് രേഖകളെല്ലാം കളക്ട് ചെയ്ത് പ്രതിനിധികളായി എത്തുക, അവരോട് നേരിട്ട് സംസാരിച്ച് ഈ രേഖകൾ പരിശോധിച്ച്, ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ അത് വളരെ വേഗം തന്നെ അത് പൂർത്തിയാക്കി അതിൻ്റെ ഒരു നിയമസാധുത, അതിൻ്റെ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് ഉടമസ്ഥാവകാശം അത് എത്രത്തോളം നിയമപരമാണെന്നത് കൂടി പരിശോധിച്ച്, എല്ലാവരുടെയും രേഖകൾ കൂടി പരിശോധിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട് ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ്റെ ചുമതല. അത് വളരെ വേഗം ചെയ്യുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വഖഫ് സംരക്ഷണ വേദി എന്ന ഒരു വിഭാഗം ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തെ എതിർത്തുകൊണ്ട് ഒരു ഹർജി കോടതിയിൽ നൽകുന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് നിയമപരമല്ല കമ്മീഷന്റെ നിയമനം എന്ന് വാദിക്കുന്നത്. അത് സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ അന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്, ജുഡീഷ്യൽ അധികാരങ്ങൾ കമ്മീഷൻ നൽകിയിട്ടില്ല. ഇത്തരം ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുക, രേഖകളുടെ ആധികാരികത പരിശോധിക്കുക, ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക, അത്തരം കാര്യങ്ങളെല്ലാം കൂടി നടത്തി ശേഷം സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ വേണ്ടി മാത്രമാണ് കമ്മീഷൻ നിയോഗിച്ചതെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ സിംഗിൾ ബെഞ്ച് ഇത് നിയമപരമല്ല എന്ന് വിധിച്ചതോടുകൂടി തന്നെ കമ്മീഷൻ താൽക്കാലികമായ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. കമ്മീഷൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ വേണ്ടി കൂടിയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് സർക്കാർ പോയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഹർജി പരിഗണിക്കുന്നുണ്ട്. വിശദമായ വാദം കേൾക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അത് ഇന്നത്തേക്കാണ് പറഞ്ഞിരുന്നത്. ആ വാദം ഇന്ന് കേൾക്കുന്നുണ്ടാവും. കാരണം വ്യാഴാഴ്ചയാണ്, നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു വ്യാഴാഴ്ച വിശദമായ വാദം കേൾക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഹർജി പരിഗണിക്കുന്ന ബെഞ്ച് വിശദമായ വാദം ഇന്ന് കേട്ടു തുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി സമയമാകുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത, എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഏറെക്കുറെ അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത് തിയോഫിൻ? മനു, എത്രാമത്തെ കേസായി പരിഗണിക്കുമെന്നതിനെ കുറിച്ചൊരു വ്യക്തത ലഭിച്ചിട്ടില്ല. എങ്കിലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കേസ് പരിഗണിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിശദമായ വാദം കേൾക്കേണ്ടതുകൊണ്ട് ഫസ്റ്റ് കേസായി പോകുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കത് ധാരണയില്ല. എന്തായാലും സമയമെടുക്കുന്നൊരു വിഷയം കൂടിയാണ് വാദം കേൾക്കുക എന്നത്. ആ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും ഡിവിഷൻ ബെഞ്ചിന് തീരുമാനമുണ്ടാകുക. മനു, ശരി. ഏതായാലും ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സർക്കാരിന്റെ അപ്പീൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേൾക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നത്. കമ്മീഷൻ നിയമനം നിയമപരമായിരുന്നില്ല എന്നാണ് അന്ന് സിംഗിൾ ബെഞ്ച് ആ വിധിയിൽ പറഞ്ഞിരുന്നത്. സർക്കാർ പറയുന്നത് വളരെ വ്യക്തമാണ്. അതായത് ഇത് ഈ ഏതെങ്കിലും ജുഡീഷ്യൽ പരമായ അധികാരത്തിന് വേണ്ടിയിട്ടല്ല, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഈ കമ്മീഷൻ കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു കമ്മീഷൻ നിയമിച്ച് ചെയ്യുമ്പോൾ അതിന് കുറെ കൂടി നിയമപരമായ ആധികാരികതയും അവകാശങ്ങളും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയെടുത്തതെന്നാണ് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് അതിനെ ഏത് രീതിയിൽ സമീപിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇന്ന് വിശദമായ വാദം കേൾക്കും. അതിനുശേഷം മാത്രമേ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് നീതിപീഠം പോവുകയുള്ളൂ. വിവരങ്ങളാണ് തിയോഫിൻ നമുക്ക് നൽകിയത്.